കായ്ക്കുന്ന മരം എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന ഒരു മരം, അതാണ് ഊത്. കാഴ്ചയിൽ വെറുമൊരു മരക്കഷ്ണമായ ഇതിൻ്റെ മൂല്യം വളരെ വലുതാണ്. സുഗന്ധലേപനങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഊതിൻ്റെ വില സ്വർണത്തേക്കാൾ കൂടുതലും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഊതിൻ്റെ ഒരു തടിക്കഷ്ണം പുകച്ചാൽ മനസ്സിനും ശരീരത്തിനും ഉന്മേഷവും സമാധാനവും ലഭിക്കുമെന്ന് നമ്മുടെ പിതാമഹന്മാർ കണ്ടുപിടിച്ചിരുന്നു. ഊത് അഥവാ അഗർ അക്യുലേറിയ എന്ന മരത്തിൽ നിന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിൽ സുഗന്ധദ്രവ്യമായി ഊത് തയ്യാറാക്കുന്നതും. 40 മീറ്ററോളം ഉയരത്തിൽ ഊതുമരം വളരും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 17 വിഭാഗത്തിൽപ്പെട്ട ഊതുമരങ്ങൾ വളരുന്നുണ്ട്. ഇതിൽ 8 എണ്ണത്തിൽ നിന്ന് മാത്രമാണ് ഊത് ലഭിക്കുന്നതും. ഊതെണ്ണയാണ് ലോകത്ത് ഏറ്റവും വില കൂടിയ എണ്ണയും. ആയുർവേദ ഉനാനി ഔഷധങ്ങളിലും ഊത് ഉപയോഗിക്കുന്നുണ്ട്. 50 വർഷത്തോളം കാലമെടുത്താലേ ഊത് സുഗന്ധമരമായി മാറൂ. ഇനി തുടക്കത്തിൽ പറഞ്ഞ കൗതുകം തോന്നുന്ന കാര്യം നോക്കാം. നമ്മളൊക്കെ ചെടികൾ നടുമ്പോൾ അതിനൊരു അസുഖം വരരുതേ എന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഈ വളർന്നു മുറ്റിയ ഊതുമരത്തിന് ഫംഗൽ രോഗങ്ങൾ വരണമെന്ന് അത് നട്ടു വളർത്തുന്നവർ പ്രാർത്ഥിക്കും. കാരണം ഊതുമരം വിലമതിക്കാൻ പറ്റാത്തതാകണമെങ്കിൽ ഒരു പ്രത്യേകതരം വണ്ടുണ്ടാക്കുന്ന ദ്വാരങ്ങളിലൂടെ ചില ഫംഗസുകൾ ഈ ഊതുമരത്തിൻ്റെ തടിക്കുള്ളിൽ വ്യാപിക്കുകയും ഈ ഫംഗസിനെ ചെറുക്കാൻ ഊതുമരം തവിട്ട് നിറത്തിലുള്ള ഒരു പശ ഉണ്ടാക്കുകയും വേണം. 50 വർഷത്തോളം കാലമെടുത്താലേ ഊത് സുഗന്ധമരമായി മാറുകയുമുള്ളൂ. എന്നാൽ ഇതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് ഈ മരം തുളയ്ക്കുന്ന നേരത്തെ പറഞ്ഞ ആ കൗതുകം തോന്നുന്ന കാര്യം, അതായത് ഒരുതരം വണ്ടിൻ്റെ സാന്നിധ്യം. ഫംഗസ് ചെറുക്കാൻ ഊതുമരത്തിൻ്റെ തൊലി പൊട്ടിപ്പിളർന്ന ഒരു തരം ദ്രാവകം പുറത്തേക്ക് വരും. ഈ ദ്രാവകത്തിന് പ്രത്യേക സുഗന്ധവും ഉണ്ടാകും. ഇത് വണ്ടുകളെ മരത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ വണ്ടുകളാണ് യഥാർത്ഥത്തിൽ ഊത് ഉൽപ്പാദിപ്പിക്കുന്നതും. ഊതുമരത്തിൻ്റെ കാതലിനുള്ളിൽ വണ്ടുകൾ സഹവാസം തുടങ്ങുന്നു. ഈ വണ്ടുകളിൽ നിന്നും പുറത്തു വരുന്ന ഒരുതരം എൻസൈം മരത്തിൽ ഒരുതരം പൂപ്പൽ ബാധയുണ്ടാക്കുന്നു. മാത്രമല്ല മരത്തിൻ്റെ കാതൽ വിവിധ രൂപങ്ങളിലായി പൊടിഞ്ഞു മാറുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ പൂർത്തിയാകുമ്പോൾ ഊതുമരം വലിയ ചിതൽപുറ്റു പോലെയാകും. ഈ മരക്കഷ്ണമാണ് പൊന്നിനേക്കാൾ വിലയുള്ള അമൂല്യമായ സുഗന്ധദ്രവ്യമായ ഊതായി മാറുന്നതും. ഊതിൽ നിന്നും എടുക്കുന്ന സുഗന്ധദ്രവ്യത്തിന് ലിറ്ററിന് ലക്ഷങ്ങൾ വില വരും. മരത്തിൻ്റെ കാലപ്പഴക്കമാണ് ഊതിൻ്റെ വില നിശ്ചയിക്കുന്നതും. 6000 മുതൽ 10 ലക്ഷം വരെ വിലയുള്ള ഊത് വിപണിയിൽ ലഭ്യമാണ്. എണ്ണയുടെ കട്ടിയും കടുത്ത നിറവുമാണ് ഏറ്റവും മുന്തിയവയെ, അതായത് ഏറ്റവും വില കൂടിയതിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നതും. ഊതെണ്ണയ്ക്ക് 12 മില്ലിഗ്രാമിന് 3000 മുതൽ 22,000 വരെയാണ് വില. ഇത്രയും ആദായമുള്ള ഈ ഒരു മരം നട്ടുവളർത്താൻ പക്ഷേ ബുദ്ധിമുട്ടാണ്. 70 കിലോ ഊതിൽ നിന്നും കഷ്ടിച്ച് 20 മില്ലി തൈലം മാത്രമാണ് ലഭിക്കുക. ഊത് കൃഷി വ്യാപകമാകാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണവും ഇതുതന്നെയാണ്. 100 കൊല്ലമെങ്കിലും പ്രായമുള്ള മരത്തിൽ നിന്ന് പ്രകൃതിയ രോഗം വന്ന് സ്രവിക്കുന്ന ഊത് ഏറ്റവും മികച്ചതായി കരുതപ്പെടുന്നു. ഇത് പറയാൻ കാരണം ആർട്ടിഫിഷ്യലായിട്ടും ഊത് തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ സൗത്ത് ഏഷ്യൻ കാടുകളിലാണ് ഊതുമരം കൂടുതലും കാണപ്പെടുന്നതും. ഏറ്റവും മുന്തിയ ഇനം ഊത് ഇന്ത്യയിൽ നിന്നുള്ളതാണ്. ഇന്ത്യയിൽ ആസാമിലെ ഗുവാഹത്തി മേഖലയിലെ വനങ്ങളിലാണ് ഊതുള്ളത്. കേരളത്തിലും ഇപ്പോൾ വ്യാപകമായി ഊതുമരങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ വ്യാവസായികമായി തന്നെ ഊത് കൃഷി ചെയ്യുന്നവരുണ്ട്. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ തഴച്ചു വളരുന്ന ഒരു മരം തന്നെയാണിത്. കുറഞ്ഞ മുതൽ മുടക്കിൽ ഉയർന്ന വരുമാനം ഈ മരം നമുക്ക് നൽകുന്നു. പ്രത്യേകമായി ഒരു പരിചരണവും ഇതിനാവശ്യമില്ല. കേരളത്തിലെ കാലാവസ്ഥ ഇതിനേറെ അനുയോജ്യവും ആണ്. അധിക കൂലി ചിലവില്ലാതെ ഇടവിളയായി നമുക്കിപ്പോൾ കവുങ്ങ്, റബ്ബർ, തെങ്ങ്, ഏലം ഈ തോട്ടങ്ങളിൽ ഇത് ഇടയ്ക്ക് കൃഷി ചെയ്യാം. വെള്ളം കെട്ടി നിൽക്കാത്ത, ഉപ്പ് രസമില്ലാത്ത ഏത് മണ്ണിലും ഊത് കൃഷി ചെയ്യാം. വൻ ആഗോള വിപണിയാണ് ഊതിനുള്ളത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ അറേബ്യൻ നാടുകളിലാണ്. ഇവയുടെ വില ഗ്രേഡ് അനുസരിച്ച് മാറിയും മറിഞ്ഞും ഇരിക്കും. ഊതുമരത്തിൻ്റെ കായകൾ മരുന്നായും ഇലകൾ ചായയായി ഉപയോഗിക്കുന്നു. മാത്രമല്ല അപസ്മാരം, സന്ധിവാതം, പ്രസവാനന്തരം ഉണ്ടാകുന്ന രോഗങ്ങൾ, ശ്വസന സംബന്ധിയായ പ്രശ്നങ്ങൾ, ആസ്മ, ക്യാൻസർ, കരൾ രോഗം, വാർദ്ധക്യ പ്രശ്നങ്ങൾ തുടങ്ങി ഒട്ടനവധി രോഗങ്ങൾക്ക് ഊത് മരുന്നായി ഉപയോഗിച്ചിരുന്നു. വിവിധ ത്വക്ക് രോഗങ്ങൾക്ക് ഇന്നും അറബികൾ ഊത് ഉപയോഗിക്കാറുണ്ട്. പൗരാണിക, സംസ്കൃത, അറബിക്, ചൈനീസ്, ജാപ്പനീസ് ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ഊത് അല്ലെങ്കിൽ അഗറിനെ കുറിച്ച് പരാമർശങ്ങളുണ്ട്. 40 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു വനവൃക്ഷമാണ് ഊത്. ബംഗ്ലാദേശ്, കംബോഡിയ, മ്യാൻമർ, മലേഷ്യ, വിയറ്റ്നാം, ലാവോസ്, ഭൂട്ടാൻ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലാണ് സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ഊതുമരങ്ങൾ കാണപ്പെടുന്നത്.
ഇന്ന് പല പുതിയ മേഖലകളിലും ഊതുമരങ്ങൾ തോട്ടമടിസ്ഥാനത്തിൽ കൃഷി ചെയ്തും വരുന്നു. കൃത്രിമമായി ഫംഗസ് കൾച്ചറുകൾ കുത്തിവെച്ച് അസുഖമുണ്ടാക്കി ഊത് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ അത്തരത്തിൽ ലഭിക്കുന്നത് ക്വാളിറ്റി കുറഞ്ഞ ഊത് തൈലമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. 70 കിലോഗ്രാം ഊതുതടി മാറ്റുമ്പോൾ കഷ്ടിച്ച് 20 മില്ലി തൈലം മാത്രമാണ് ലഭിക്കുക. 100 കൊല്ലമെങ്കിലും പ്രായമുള്ള മരത്തിൽ നിന്ന് പ്രകൃത്യാ രോഗം വന്ന് സ്രവിക്കുന്ന ഊത് ഏറ്റവും മികച്ചതായി കരുതപ്പെടുന്നു.